ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ വളരെ കാലം സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു മാങ്ങ അച്ചാറാണ്. നാടൻ മാങ്ങ അച്ചാറെന്ന് തന്നെ പറയാം. ഇതെൻ്റെ അമ്മാമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ തയ്യാറാക്കിയാൽ. അതിനായിട്ടിപ്പോൾ ഞാൻ 1.5 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള മാങ്ങയാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് നല്ലത്. ഞാൻ വാങ്ങിയ മാങ്ങയുടെ പുറം തൊലിയിൽ എന്തോ പോലെ തോന്നി, അതുകൊണ്ട് ഞാനൊരല്പം ചീകി കളയുന്നുണ്ട്. ഒരുപാട് തൊലി കളയുന്നില്ല, ഒരല്പം ചീകി കളയുന്നുണ്ട്. ഇങ്ങനെ കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനത് മാങ്ങ കണ്ടിട്ട് എന്തോ പോലെ തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചീകി കളഞ്ഞെന്നേ ഉള്ളൂ. ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം. എല്ലാ മാങ്ങയും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത മാങ്ങയുടെ ഈ അരിക വശം അല്പം നമുക്ക് ചീകി കളയാം. ഇനി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു മാങ്ങയുടെ പീസ് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതൊന്നും ആക്കുന്നില്ല. നമ്മൾ ഇതേപോലെ മാങ്ങ തയ്യാറാക്കുന്ന സമയത്ത് അല്പം വലുതായിട്ട് തയ്യാറാക്കുന്നതാണ് നല്ലത്. വിളഞ്ഞ മാങ്ങ നോക്കി വേണം നമ്മൾ ഇങ്ങനെ അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. നമുക്ക് മാങ്ങകളെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ മാങ്ങയെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴുകിയാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് വെള്ളമൊന്നുമില്ലാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മാങ്ങ ഓവർനൈറ്റാണ് ഉപ്പിട്ട് വയ്ക്കുന്നത്. നമ്മൾ കല്ലുപ്പാണ് ഇട്ട് വയ്ക്കുന്നത്. 1.5 കിലോ മാങ്ങയ്ക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടിയുപ്പും ചേർക്കാവുന്നതാണ്. ഓവർനൈറ്റ് ചെയ്ത് വച്ചിരുന്നാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പം ഉപ്പ് അലിഞ്ഞ് മാങ്ങയിലുള്ള വെള്ളവും ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഓവർനൈറ്റാണ് വച്ചത്. രാവിലെയാണ് നമ്മളിപ്പോൾ ഈ മാങ്ങ എടുക്കുന്നത്. കണ്ടോ, ഉപ്പെല്ലാം അലിഞ്ഞ് നമ്മുടെ ആ മാങ്ങയിലുള്ള വെള്ളം എല്ലാം ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് മാറ്റാം. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് ആവശ്യമുണ്ട്. നമുക്കൊരു അരിപ്പയിലൂടെ മാങ്ങ അരിച്ചെടുക്കാം. ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. കണ്ടോ, ഇത്രയും വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് 1 മണിക്കൂർ നമ്മൾ വെയിലത്ത് മാങ്ങ വാടാനായിട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് ബേസനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ നമുക്ക് വെയിലത്ത് ഇതേപോലെ തന്നെ അങ്ങ് വയ്ക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ 3 പ്ലേറ്റിൽ നമ്മുടെ സിറ്റ് ഔട്ടിലാണ് വെച്ചത്. ടോട്ടൽ 2 മണിക്കൂർ നമ്മൾ നല്ലപോലെ വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാങ്ങ ഒരുപാട് കാലം കേടാകാതെ ഇരിക്കും. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കടുകും ഉലുവയും മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക കൂടി ചേർത്താൽ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ മാങ്ങ അച്ചാർ. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം, അടുപ്പിൽ വച്ചിട്ടില്ല, നമ്മൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉലുവയും കടുകും കൂടി മിക്സ് ചെയ്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അല്ല, 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ലെണ്ണയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ കൂടുതൽ ചേർത്താൽ കൂടുതൽ കാലം കേടാകാതെ ഇരിക്കുന്നതാണ്. 1 വർഷം വരെ നമ്മുടെ ഈ അച്ചാർ കേടാകാതെ ഇരിക്കും. പക്ഷേ 1 വർഷമൊന്നും നമ്മുടെ അച്ചാർ ഇരിക്കത്തില്ല, നമ്മൾ തന്നെ അത് കഴിച്ച് തീർക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന്
ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം പച്ചമണമെല്ലാം മാറി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരല്പം ശർക്കര, 1 സ്പൂൺ വെള്ളവും ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് അരിച്ചെടുത്തതാണ്, അതുകൂടി ഒഴിച്ച് കൊടുക്കാം. ഒരല്പമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ അച്ചാർ സൂപ്പർ ടേസ്റ്റ് വരുന്നത്. ഈ ഒരു പരുവമായാലും നമ്മൾ നേരത്തെ മാങ്ങ ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ നമ്മൾ ഇതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം മാങ്ങയുടെ ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം തിക്ക് വേണമോ അതിനനുസരിച്ച് എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മുടെ ഈ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്, പക്ഷേ സ്റ്റൗവിൽ തന്നെയാണ് നമ്മുടെ പാന് ഇരിക്കുന്നത്. ചെറിയൊരു ചൂട് നമ്മുടെ പാനിന് കാണുമല്ലോ, ആ ചൂടിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. മാങ്ങയിൽ നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, തണുക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറിലോട്ട് മാറും. സൂപ്പർ ടേസ്റ്റാണ്. നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നനഞ്ഞ സ്പൂണൊന്നും കൊണ്ട് ഇടാതിരുന്നാൽ നമുക്ക് 1 വർഷം വരെ ഒരു കേടും കൂടാതെ ഈ മാങ്ങ അച്ചാർ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ വെയിലത്ത് ഉണക്കിയത് കൊണ്ട് തന്നെ 1 വർഷം വരെ ഉറപ്പായിട്ടും കേടാകാതെ തന്നെ ഇരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും